ഓണം എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. സെപ്റ്റംബർ 4 മുതൽ സെപ്റ്റംബർ 12 വരെയുള്ള ദിവസങ്ങൾക്കിടയിലായിട്ടാണ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഓണം എക്സാം നടക്കുന്നത്. ഞാൻ നിങ്ങളോട് 3 കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ പറയുമോ? ഒന്നാമത്തെ ചോദ്യം എന്താ, നിങ്ങൾ സ്കൂളിൽ എത്ര ചാപ്റ്റേഴ്സ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞു? രണ്ടാമതായിട്ട് ഓണം എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നാണ് നിങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്? അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ പഠനത്തിൻ്റെ ലെവൽ എത്രത്തോളമാണ്? നിങ്ങളിപ്പോൾ ഈ ചാപ്റ്റേഴ്സിൽ പകുതിയാണോ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫുള്ള് പഠിച്ചു കഴിഞ്ഞോ, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്, ആ കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. മൂന്നാമത്തത്, ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ 3 ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. വെൽക്കം ടു എജ്യൂപോൾ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. ഇറ്റ്സ് മീ യുവർ നാഫി. ഓണം എക്സാം ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. പോർഷൻസ് പറഞ്ഞു തന്നു, നിങ്ങളുടെ പഠന നിലവാരം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ചെയ്യേണ്ടത് പഠനമാണ്. സോ ഓണം എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങാൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഓണം എക്സാമിനെ കുറിച്ച് ടെൻഷനുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പരമാവധി അയച്ചു കൊടുക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയുക, ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാനും പറയുക. കാരണം കേരളത്തിലെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ചാനലാണെന്ത് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആദ്യം വേണ്ടത് ഒരു ഡെയിലി സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും പഠിക്കുമെന്നുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. ഓണം എക്സാമിലേക്ക് ഇനി എത്ര ദിവസങ്ങളാണ് ഉള്ളെങ്കിലും ആ എല്ലാ ദിവസവും ഞാൻ ദിവസവും 3 മണിക്കൂറെങ്കിലും പഠിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഈ 3 മണിക്കൂറിൻ്റെ സ്ലോട്ടിനെ 1 അവറിൻ്റെ 3 പോർഷൻസ് ആക്കി നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ പോർഷനിലും നിങ്ങൾ എന്ത് ചെയ്യുക, 3 ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ പഠിക്കുക. 3 വ്യത്യസ്ത വിഷയങ്ങളാവണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അത് പഠിക്കുമ്പോൾ ആദ്യം ഏറ്റവും ഈസിയുള്ള വിഷയം, പിന്നെ ടഫുള്ള വിഷയം, പിന്നെ ഈസിയുള്ള വിഷയം എന്നുള്ള രീതിയിൽ ദിവസവും 3 മണിക്കൂർ പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ഈസിയുള്ള വിഷയം ഏതാണ്, ഏറ്റവും ടഫുള്ള വിഷയം ഏതാണ്. ഇതൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. ഡെയിലി പഠിക്കാനുള്ള ഒരു സ്റ്റഡി ടൈം നിങ്ങൾ ചൂസ് ചെയ്യണം. അത് ഏത് ടൈം പോവാം? കോമൺ ആയിട്ട് ഏറ്റവും നല്ല ടൈം 7 to 10, അല്ലെങ്കിൽ മോർണിംഗ് 6 to 8, അല്ലെങ്കിൽ മോർണിംഗ് 5 to 7. ഈ സമയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചൂസ് ചെയ്തിട്ട് മിനിമം ആണ് ഞാൻ പറഞ്ഞത്, മിനിമം 3 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠനത്തിനായിട്ട് മാറ്റി വെക്കണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്, അവോയ്ഡ് ഡീവിയേഷൻ. നിങ്ങൾ എപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴും നിങ്ങളെ പഠനത്തിൽ നിന്ന് പിന്മാറ്റുന്നത് ആരാണ്? ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാം ആവാം, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ആവാം, അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അയക്കുന്ന മെസ്സേജ് ആവാം, സ്നാപ്ചാറ്റിൽ വരുന്ന സ്നാപ്പുകളാവാം. ഇതൊക്കെ നിങ്ങളെ മനസ്സ് പഠനത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യിക്കുന്ന സാധനങ്ങളാണ്. അതിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? നോ എന്ന് പറയണം. നോ എന്ന് പറഞ്ഞേ പറ്റൂ. സേ നോ ടു ഡീവിയേഷൻസ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീവിയേഷനോട് നോ എന്ന് പറയുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡീവിയേഷൻസോട് നിങ്ങൾ എന്ത് പറയുക, നോ എന്ന് പറയുക. അത് ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസ് ആണെങ്കിലും, വാട്സപ്പിലെ സ്റ്റാറ്റസ് ആണെങ്കിലും, യൂട്യൂബിലെ ഷോർട്സ് ആണെങ്കിലും, ഇൻസ്റ്റാഗ്രാം റീൽസ് ആണെങ്കിലും, അതിനെയൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. അല്ലാത്ത സമയം നിങ്ങൾ കുറച്ച് സമയം എന്ത് ചെയ്യുക, ഈ സോഷ്യൽ മീഡിയാസൊക്കെ ഒന്നും ഉപയോഗിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുൾ കോൺസെൻട്രേഷൻ എവിടെയാവണം? പഠനത്തിലാവണം. പിന്നെ ഈ 3 മണിക്കൂർ നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. ഒരു 1 hour ഒക്കെ പഠിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ എന്ത് ചെയ്യുക, ഒന്ന് ബ്രേക്ക് എടുത്ത് ഒന്ന് നടുക്ക് നിവർത്തി നടന്നിട്ടൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റാഗ്രാം റീൽ, സ്നാപ്ചാറ്റ്, അല്ലെങ്കിൽ ഈ അനീം, വെബ് സീരീസ്, ഗെയിംസ്, അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠന സമയത്ത് നോക്കരുത്. അതൊക്കെ നിങ്ങളെ പഠനത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. സോ സേ നോ ടു ഡീവിയേഷൻസ്. അടുത്തത്, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, നിങ്ങൾ +2 കൊമേഴ്സ് ആണെങ്കിലും +2 ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് അധികവും PYQ ബേസ് ചെയ്തിട്ടാണ് വരിക. നിങ്ങൾ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ചുരുങ്ങിയത് ഒരു 6 കൊല്ലത്തെയെങ്കിലും PYQs, അത് ഓണം എക്സാമിൻ്റെ PYQ നിങ്ങൾ ചെക്ക് ചെയ്യണം, ക്രിസ്മസ് എക്സാമിൻ്റെ PYQ നിങ്ങൾ ചെക്ക് ചെയ്യണം, പബ്ലിക് എക്സാമിൻ്റെ PYQ നിങ്ങൾ ചെക്ക് ചെയ്യണം, മോഡൽ എക്സാമിൻ്റെ PYQ നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് റെഫർ ചെയ്യുക, PYQ റെഫർ ചെയ്യുക. കറക്റ്റായിട്ട് എന്ത് റെഫർ ചെയ്യുക, PYQ റെഫർ ചെയ്യുക എന്നുള്ളത് എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുരുങ്ങിയത് ഒരു 6 കൊല്ലത്തെയെങ്കിലും PYQ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓണം എക്സാമിന് നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾ തന്നെ ഒരു സെൽഫ് മെയ്ഡ് നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ, ഞാനൊരു ഹിസ്റ്ററി എടുക്കുന്ന ടീച്ചർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കാനിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ ചെറിയൊരു നോട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ബിസിനസ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഒരാളാണെങ്കിൽ ബിസിനസ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു നോട്ട് ഉണ്ടാക്കുക. നിങ്ങൾ തന്നെ സെൽഫ് മെയ്ഡ് ആയിട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ എഴുതുന്ന കാര്യങ്ങൾ കുറേ കൂടി എന്ത് ചെയ്യും,
തലയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ PYQ റെഫർ ചെയ്തിട്ട് ഒരു നോട്ട് ഉണ്ടാക്കാനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് സേ നോ ടു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. നിങ്ങളൊക്കെ പ്രധാന പ്രശ്നം എന്താ, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും, എല്ലാം അവസാനത്തേക്ക് മാറ്റി വെക്കില്ല, എല്ലാം ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഓഗസ്റ്റ് 22 ഈ ഓഗസ്റ്റ് 22 ഞാൻ നിങ്ങളോട് പഠിക്കാനായിട്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇന്നല്ലേ നാളാക്കാം, 23-നാക്കാം, 24-നാക്കാം, 25-നാക്കാം, 26-നാക്കാം, 27-നാക്കാം, അങ്ങനെ നിങ്ങൾ നീട്ടി നിങ്ങൾ ശരിക്കും പഠിക്കാനിരിക്കുക എപ്പോഴാണ് അറിയാം, ഓണം എക്സാമിന് തലേന്ന് നമ്മൾ എന്ത് ചെയ്യും, മാരത്തോൺ ലൈവ് തരും അല്ലേ, ആ ലൈവിൻ്റെ അന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ലൈവിൻ്റെ തലേന്ന് ഒന്നും പഠിക്കാതെ ലൈവിലേക്ക് വന്നിട്ട് വെറും ക്വസ്റ്റ്യൻസ് മാത്രം കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഫുൾ മാർക്ക് കിട്ടില്ല. നിങ്ങൾക്ക് ഒരു 40% മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവസാന നിമിഷം എല്ലാം കൂടി പഠിക്കാനെന്ന് വെച്ചാൽ മടിയന്മാർ മല ചുമക്കുന്നൊരു അവസ്ഥയിലാവും. മലയേറ്റം ചുമക്കാനും പറ്റില്ല, ഭാരം മുഴുവൻ നിങ്ങളുടെ തോളിലുമായി പോകുന്ന ഒരു അവസ്ഥയാകും. അപ്പോൾ നിങ്ങൾ ഈ അവസാന നിമിഷം പഠനത്തിനായിട്ട് മാറ്റി വെക്കുന്നത് എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് കൺസിസ്റ്റൻറ്റ് വർക്കിൽ ഓൺലി സൊല്യൂഷൻ ഏതാടാ, കൺസിസ്റ്റൻറ്റ് വർക്കാണ്. സ്ഥിരമായിട്ട് നിങ്ങൾ പഠിക്കുക. ഞാൻ പറഞ്ഞു ഡെയിലി ഒരു 3 hours നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് തലേന്നുള്ള ലൈവ് ഒരു റിവിഷനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഒന്നും പഠിക്കാതെ എക്സാമിൻ്റെ തലേന്നത്തെ ലൈവിലേക്ക് മാത്രം വരുമ്പോൾ നിങ്ങൾക്കൊരു 40% മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് 40 മതിയോ, പോരല്ലോ, നിങ്ങൾക്ക് എന്ത് വേണം, 100-ൽ 100% മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വാങ്ങണമെങ്കിൽ കൺസിസ്റ്റൻറ്റ് വർക്ക് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, ഒരു 3 hours പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ ഒന്ന് ആലോചിക്കുക കേട്ടോ. നിങ്ങൾക്കായിട്ട് പലതും സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ പാരൻസ്. അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ഹാപ്പിനെസ്, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാതെ, അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാതെ, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാതെ ആ പണമൊക്കെ നിങ്ങളുടെ പഠനത്തിനായിട്ട് മാറ്റി വെക്കുന്ന പാരൻസ് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും. സോ അവരുടെ മുഖത്തൊരു സന്തോഷം വരെ എപ്പോഴാണ്, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ +2 ഫുൾ മാർക്ക് വാങ്ങി, അല്ലെങ്കിൽ ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ എത്ര കാലം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സോ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക, അല്ലെ, കൺസിസ്റ്റൻറ്റ് വർക്ക് സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സെറ്റാവും. പിന്നെ ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ് ഈ PYQ എവിടെ കിട്ടുന്നത്. നമ്മുടെ എജ്യൂപോഡിൻ്റെ ആപ്പിൽ ഓൾറെഡി നമ്മൾ പെയ്ഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ PYQs ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ PYQ കിട്ടാനും അതേപോലെ എജ്യൂപോഡിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, PYQ കിട്ടുള്ളൂ കേട്ടോ. നിങ്ങളൊരു പെയ്ഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു 5-6 കൊല്ലത്ത് PYQs കിട്ടും. സോ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 9207998855 എന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീസും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എജ്യൂപോഡിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. സ്ഥിരമായിട്ട് 3 മണിക്കൂർ പഠിക്കാൻ മക്കളെ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ കാത്ത് നല്ലൊരു റിസൾട്ട് ഉണ്ട്. എല്ലാവർക്കും ഓണം എക്സാമിന് ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. കാരണം ഓണം എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുശേഷം നടക്കുന്ന ക്രിസ്മസ് എക്സാമിനും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള മോഡലിനും പബ്ലിക്കിനും ഒക്കെ നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. കാരണം ചെറിയ സ്റ്റെപ്പുകളിലൂടെ കയറിയാൽ മാത്രമേ വലിയ വിജയം നമുക്ക് നേടിയെടുക്കാനാകൂ. സോ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാം സെറ്റാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒരൊറ്റ കാര്യം കൂടി, നിങ്ങൾക്ക് ഇനിയും പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.